എം ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. പുള്ളിക്കണക്കിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് നശിപ്പിച്ചത്. CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എം ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് ബോർഡുകൾ ഉൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് തകർത്തത്. ഇതിന് പിന്നിൽ LDF ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. VD സതീശന്റെയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ സന്ദേശം നൽകുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് KPCC സെക്രട്ടറി N രവി ആവശ്യപ്പെട്ടു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം ലിജുവിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ കായംകുളം നിയോജകമണ്ഡലമെമ്പാടും നടന്നുകൊണ്ടിരുന്നതാണ്. അതിൽ വിരളി പൂണ്ട CPMന്റെ പ്രത്യേകിച്ച് DYFയുടെ ഗുണ്ടകൾ കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന ലിജുവിൻ്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ അടിച്ചു തകർത്ത സംഭവത്തിൽ ഇന്ത്യൻ നാഷണലിസ്റ്റിനുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ വിരളി പൂണ്ട പ്രാദേശിക CPMന്റെ ഗുണ്ടകൾ വ്യാപകമായ അക്രമം നടത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന ഈ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു തകർന്ന കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് കായംകുളത്തെ പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.